നമ്മുടെ മോളെ പിണക്കാത്തതാ നമുക്ക് നല്ലത്. എന്റെ കർണക്കുറ്റിക്ക് അടി കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. പിന്നെ നീയും ആവേശത്തോടെ നിന്നതോ? ദീപനെ പിടിക്കാൻ നിനക്കും താല്പര്യമായിരുന്നല്ലോ. എത്രയൊക്കെ ആയാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് വഴിവിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാ. അതിന്ന് രക്ഷ നേടാനാ ചില നേരത്ത് മോളുടെ കള്ളക്കളി പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് സംശയിച്ചിരിക്കുന്ന മരുമോന. ആ തെറ്റിദ്ധാരണ മാറണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ സ്വന്തം മോളാണെങ്കിലും അവളെ ഒറ്റുകൊടുക്കാൻ ഞാൻ പലപ്പോഴും തുനിഞ്ഞത്. എന്നാ അപ്പോഴൊക്കെ എനിക്ക് തിരിച്ചടിയേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ണിക്ക് നമ്മുടെ മോൾ എന്താന്ന് കാട്ടിക്കൊടുക്കണം. അവൻ ഈ തറവാട്ടിൽ നിന്ന് പുറത്തു പോയി കണ്ണന്റെ കാല് പിടിച്ചാൽ അവിടെ അവനൊരു ഇടം കിട്ടും. നിങ്ങൾക്ക് എന്തും ചെയ്തിട്ട് ഉടനെ ജയിലിലോട്ട് പോകാം. പിന്നെ ഞാനാ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നീയും ഇറങ്ങി പോകുമല്ലോ. അടുത്ത തവണ ഞാൻ വരുമ്പോ നിന്നെ കാണാൻ ഞാൻ വിശ്വന്റെ വീട്ടിലേക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ ശോഭനന്റെ. ശോഭനനോ? ഇടയ്ക്കിടയ്ക്ക് ആ പേര് പറയുന്നുണ്ടല്ലോ. ആരാ അവൻ? ശോഭനമായ മുഖമുള്ള ഒരുത്തൻ. വലിയ പ്രായമൊന്നുമില്ല. ചൂണ്ടയിടാൻ മിടുക്കനാ. മീനേക്കാളും അവന്റെ ചൂണ്ടയിൽ കൊത്തുന്നതേ പെണ്ണുങ്ങളാ. ഒന്ന് രണ്ടുപേരുടെ പേര് പറഞ്ഞ് എന്നെ ഇപ്പൊ ആക്ഷേപിക്കുന്നുണ്ട്. ഇനി ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഓരോരുത്തന്മാരുടെ പേര് പറഞ്ഞ ഇനി നിങ്ങളായിരിക്കല്ല, ഞാനായിരിക്കും ജയിലിൽ പോകുന്നത്. നിങ്ങളെ കൊന്നിട്ട്. പോകണമെന്നും പറഞ്ഞ് കാർത്തു വാശി പിടിക്കല്ലേ? റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നു. കണ്ണനോട് കാര്യം പറഞ്ഞില്ലേ? അങ്ങോട്ട് പോകുന്നോണ്ട് കുഴപ്പമില്ലെന്നാ പറയുന്നത്. അവിടെ അപ്പച്ചിക്കുണ്ടല്ലോ ഒന്ന്. മാളുവിന്റെ അമ്മയും അമ്മായിയായ ഞാനും നീയും ഒക്കെ പറയുന്നതല്ല കാർത്തുവിന് വിശ്വാസം. ഇത് തന്നെയാ ആ കുട്ടിയുടെ എല്ലാ വിഷമങ്ങൾക്കും കാരണം. കൊല്ലാൻ വരുന്നവരെ അകത്തിരുത്തി സൽക്കരിക്കും. വ്യക്തമായ കാരണമില്ലാതെ മാള് ഒരിക്കലും കാർത്തുവിനെ സ്നേഹിക്കില്ല. അതിനൊക്കെ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടുമില്ല. മാളു ഇവിടെ വന്നതും കാർത്തുവിനെ ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് സ്നേഹിച്ചതും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാണിപ്പോ കാർത്തുവിന്. ഇതുവരെ കാണാത്ത സന്തോഷം. സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ കാർത്തുവിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാ മാളു. നമ്മളൊക്കെ അവളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് കരുതുകയും ചെയ്തേനെ. അന്ന് ഐസിയുയിൽ വെച്ച് മാളു കാർത്തുവിനോട് നല്ല രീതിയിൽ പെരുമാറിയെങ്കിൽ. അന്നില്ലാത്ത സ്നേഹം പെട്ടെന്ന് വന്നു പറഞ്ഞാ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. സാറേ, പോയിട്ട് പെട്ടെന്ന് വരില്ലേ? അതെങ്ങനെയാ അമ്മ പെട്ടെന്ന് വരുന്നത്? അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എടോ, ഇവിടെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. രാത്രി വരില്ലെങ്കി വിളിച്ചു പറയണമെന്നാ കണ്ണേട്ടും പറഞ്ഞിരിക്കുന്നത്. ഉടനെ പവിത്രയെടുത്തിയോ കണ്ണേട്ടിന്റെ അമ്മയോ വരും. അത് തനിക്ക് പകരാവില്ലല്ലോ. എന്താ സാറേ ഇങ്ങനെയൊക്കെ? അല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പോയാ അമ്മയും സാറും പറയുമല്ലോ, മോള് പോയിക്കോ, ആരും കൂട്ടില്ലെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമില്ലാന്ന്. മോൾ ഇവിടെ ഇല്ലാതിരിക്കുമ്പോഴൊക്കെ പവിത്രിയോ കണ്ണന്റെ അമ്മയോ വരാറ് പതിവാണല്ലോ. അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ മോൾ അവിടേക്ക് പോകുന്നത് ഞങ്ങൾക്കൊക്കെ ഭയമാ മോളെ. ഇവന്റെ അപ്പച്ചി പോലും അതിനനുകൂലിക്കുന്നില്ല. പിന്നെ മോൾ ഒരുപാട് വാശി പിടിച്ചതുകൊണ്ടാ എല്ലാവരും വഴങ്ങിത്തന്നത്. എതിർപ്പൊന്നും പറയണ്ട അമ്മ, ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. എന്റെ പ്രാർത്ഥന ഫലിച്ചു, അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. മാളുവിന്റെ മറ്റുള്ളവരുടെ സ്വഭാവം മാറണമെന്ന് ഞാൻ നിത്യേന ദൈവങ്ങളോട് പറയാറുണ്ട്. എടോ, അങ്ങനെ ഒരു മാറ്റം ഉടനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ ജീവിതത്തില് പല പല അനുഭവങ്ങളുണ്ടാവും. അതുകൊണ്ടൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ദൈവങ്ങൾ നമുക്കൊപ്പം നിൽക്കുമെന്ന് നിർബന്ധമില്ല. ശരിയാ മോളെ. ദൈവങ്ങള് നേർവഴി കാണിച്ചു തരുമ്പോ അതിന് നേരെ കണ്ണടച്ച അവിടെ നമുക്ക് നഷ്ടങ്ങളെ വരൂ. ഇനി എതിർപ്പൊന്നും പറയണ്ടമ്മേ, ഞങ്ങള് പോയിട്ട് വരട്ടെ. മോനെ, കാർത്തൂനെ നോക്കിക്കോണേ. അവിടെ എന്നേക്കാൾ ശ്രദ്ധയോടെ കാർത്തൂനെ നോക്കാൻ കാർത്തൂന്റെ അമ്മയുണ്ട്. അമ്മയോ? എന്റെ സംശയം അതേപടി നിലനിൽക്ക. എങ്കിലും ഒരു സത്യമുണ്ട് മോനെ, കാർത്തൂനെ കണ്ടിട്ട് വന്ന ശേഷം മാളൂല് നല്ല മാറ്റമുണ്ട്. ഏതു നേരവും എന്തൊക്കെയോ ചിന്തിച്ച് മോള് കരയാ.
ഇതിനു മുൻപ് കാർത്തൂനെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നോട് വലിയ ദേഷ്യമായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല. എന്നോട് സംസാരിക്കുമ്പോ മോൾക്ക് എന്തൊക്കെയോ സങ്കടമുണ്ട്. ഞാൻ അതേപ്പറ്റി ചോദിച്ചപ്പോ കാർത്തു കരള് ദാനം ചെയ്തിട്ടും ഞാൻ കാർത്തൂനെ വെറുത്തല്ലോ എന്ന കുറ്റബോധമാണെന്നാ പറഞ്ഞത്. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മാളുവിനെയും മഞ്ജു അടുത്തേയും ഞങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന അപ്പച്ചിക്ക. അതുകൊണ്ട് അപ്പച്ചിയെ വിശ്വസിച്ച് മാത്രമാ കാർത്തൂനെ ഇവിടേക്ക് കൊണ്ടുവന്ന്. ചതിക്കണമെന്ന് ആഗ്രഹമുള്ളവര് നമ്മുടെ ശ്രദ്ധ തിരിയുമ്പോഴായിരിക്കും അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ മാളു എത്ര മാന്യമായിട്ട് പെരുമാറിയാലും അത് സത്യസന്ധമാണെന്ന് കരുതാൻ പറ്റില്ല. മോൻ പറയുന്നതാണ് ദേവേശ്വരി. വലിയൊരു സഹായം ചെയ്തപ്പോ കാണിക്കാത്ത സഹതാപം ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞാൽ അതാർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാർത്തൂന് എന്തെങ്കിലും സംഭവിച്ച നമുക്കുണ്ടാകുന്ന നഷ്ടത്തിനപ്പുറം കണ്ണേട്ടനോട് സമാധാനം പറയേണ്ടി വരും. പിന്നെ ശബ്ദം താഴ്ത്തിയുള്ള സംസാരമൊക്കെ കണ്ണേട്ടൻ നിർത്തും. കാർത്തൂന് വേദനിച്ച പിന്നെ കണ്ണേട്ടൻ ഏത് രീതിയിൽ സംസാരിക്കുന്നും പ്രവർത്തിക്കുന്നും ദൈവത്തിന് മാത്രമേ അറിയൂ. കാർത്തുവിനെ പോലെ നന്മയുള്ള കൂട്ടത്തിലാ കണ്ണനും. പക്ഷേ കാർത്തുവിന്റെ കണ്ണു നിറഞ്ഞ കണ്ണൻ അതിനേക്കാളും കരയുന്ന കൂട്ടത്തില. അത് നമ്മൾ മറക്കരുത്. ആഹാ, മാളൂനെ എവിടെയോ കൊണ്ടുപോയി തള്ളിയിട്ട് മൂന്നാളും കൂടി ഗൂഢാലോചന നടത്തുകയല്ലേ? ഞങ്ങള് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി അവര് വരുമ്പോ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് അമ്മ പറയേണ്ടി വരും. പോലീസുകാർ വരട്ടെ, അപ്പൊ പറയണ്ടേ ഞങ്ങൾ പറഞ്ഞോളാം. മാളൂനെ കാണാനില്ല. അതിന്റെ വിഷമമൊന്നും മുത്തശ്ശന്റെ മുഖത്തോലും കാണാനില്ലല്ലോ. കരഞ്ഞു നിലവിളിച്ച കാണാതായ മാളു പ്രത്യക്ഷപ്പെടുവോ? നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും മാളു. എല്ലാരും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. ദേ നിൽക്കുന്നൊരുത്തൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് വീടിനകത്ത് വരെ കയറി നോക്കി, എന്റെ മുറിയിൽ വരെ. എന്നിട്ട് കണ്ടോന്ന് ചോദിക്കേ. എന്താ ഇവിടെ? ഓ, ഓടിയെത്തി. എല്ലാത്തിനും ഇടനിലക്കാരിയായ അമ്മ. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. മാളുവിന്റെ സ്നേഹം ഇപ്പോഴും ആരും വിശ്വസിച്ചിട്ടില്ല. അതിന്റെ കൂടെയാ നിന്റെ വരവ്. രണ്ടും കൂടി എന്റെ കുഞ്ഞിനെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? എന്റെ കുഞ്ഞോ? അതെ, എനിക്കിപ്പോ രണ്ടു മക്കളെയും പോലെ തന്നെ കാർത്തു. കേട്ടല്ലോ? അതുകൊണ്ട് മഞ്ജു ചേച്ചിയെ പോലെ തന്നെയാ എനിക്ക് കാർത്തു ചേച്ചി. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ എന്റെ അവസ്ഥ. എനിക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാളു ഈ കാണിക്കുന്ന സ്നേഹത്തിൽ പോലും വിഷം കലർത്തിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ലമ്മ, അത് വിശ്വസിക്കാൻ മാത്രം കാരണങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല മോളെ. കാർത്തു, താഴേക്ക് പോ. വേണ്ട, ഞാൻ ഇറങ്ങിത്തരാം. എല്ലാവരെയും നീ സ്വന്തം ഭാഗത്താക്കി അല്ലടി? എന്നെ ഒറ്റപ്പെടുത്തിയല്ലേ? നീ എല്ലാവരുമായിട്ട് സുഖിച്ച് ജീവിക്ക്. മോൾ ഇങ്ങോട്ട് വരുന്നത് അപകടമാണെന്ന് ഇതുകൊണ്ട് ഞങ്ങളൊക്കെ പറയുന്നത്. ഞാൻ കാർത്തുവെച്ച ഒന്നും ചെയ്യില്ലമ്മേ. ഞാനും മഞ്ജേച്ചിയും തമ്മിലുള്ള ഉടമ്പടിയല്ല കാർത്തുവെച്ചോടുള്ള എന്റെ സ്നേഹം. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ ഇവിടെ കണ്ടതും കേട്ടതും ഒക്കെ സ്വപ്നമാണെന്ന് ചിന്തിക്കുക. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ചേച്ചി കണ്ടതും കേട്ടതും എല്ലാം സത്യം തന്നെയാ. മോളെ, ഞാൻ പറഞ്ഞതല്ലേ സത്യം? ഇതൊക്കെ നിന്റെ അഭിനയമല്ലേ? ഒരിക്കലും അല്ല. അങ്ങനെ ചേച്ചി ചിന്തിക്കുകയും വേണ്ട. എനിക്കിപ്പോ ചേച്ചിയെ പോലെ തന്നെയാ കാർത്തു ചേച്ചി.
ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളില. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എന്താന്ന് ചേച്ചിക്ക് അറിയില്ലേ? മരിക്കാറായ എന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് കാർത്തു ചേച്ചിയാ. എന്നിട്ട് ആ സ്നേഹമൊന്നും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിനക്കില്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. പിന്നീട് ചിന്തിച്ചപ്പോഴാ ഞാൻ ചെയ്തത് വലിയ നന്ദികേടാണെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോഴതിന്റെ കുറ്റബോധവുമുണ്ട്. അതുകൊണ്ട് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ കാർത്തു ചേച്ചിയെ കാണും, ആ പരിഗണനയും കൊടുക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ചേച്ചിക്ക് ഒരു അവകാശവും ഇല്ല. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാനോ കാണാനോ പാടില്ല. അങ്ങനെ ചെയ്താ ഇതിനപ്പുറം ഒരു മറുപടി ഉണ്ടാവില്ല. ഹലോ മോളെ, മാളു. കണ്ണേട്ടാ, ദേ പവിത്രടുത്ത് ചായ അന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാ പിന്നെ ചായ കുടിച്ചിട്ടോ. ഇന്ന് കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു ദീവ? കുഴപ്പമില്ല കണ്ണേട്ടാ, ഉണ്ടാക്കി വയ്ക്കുന്നതൊക്കെ അപ്പ തീരുന്നുണ്ട്. ശരിക്കും നമ്മുടെ കട ക്ലച്ച് പിടിച്ചു കണ്ണേട്ടാ. ഭക്ഷണം നല്ലതാണെങ്കിൽ പറഞ്ഞു കേട്ട ആളുകൾ വരും. അതിന് പ്രത്യേകിച്ച് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതേ, ഞങ്ങള് കടയ്ക്ക് അറിഞ്ഞിട്ട പേരാ കണ്ണേട്ടന്റെ തട്ടുകടാന്ന്. ആ പേര് തന്നെ ഒരു ഐശ്വര്യല്ലേ കണ്ണ? എന്റെ പേര് മാത്രമായിട്ട് അതിന് വെക്കണ്ടായിരുന്നു. മതി മതി. കണ്ണേട്ടന്റെ തട്ടുകട പപ്പന്റെ എന്നാക്കായിരുന്നു. അങ്ങനെയല്ല ആക്കേണ്ടിയിരുന്നത്. കണ്ണേട്ടന്റെ തട്ടുകട പവിത്രയുടെ അങ്ങനെയായിരുന്നു. ഞാൻ ഈ കാര്യം പവിത്രയോട് പറയുകയും ചെയ്തതാ, പക്ഷെ അവള് കേട്ടില്ല. ഇപ്പൊ ഇട്ടിരിക്കുന്ന പേരെന്തായാലും നല്ല ഏറെണ്ണമുള്ള പേരാ. അതിന്റെ ഐശ്വര്യം നമ്മുടെ കടക്കുണ്ടെന്നേ. അതെ അതെ. ആ കണ്ണേട്ടാ, ദാ ഒരു ഇത്തിള് വരുന്നുണ്ട്. അതെ, ചൂടുള്ള ചായ ആണെങ്കിൽ ഒരെണ്ണം എനിക്കൂടെ താ. ആ ചായയൊക്കെ ഉണ്ട്, പക്ഷേ ഗ്ലാസ്. ഓ, എന്തിനാ ഗ്ലാസ്? ആ പാത്രത്തിന്റെ അടപ്പിലോട്ട് ഇങ്ങനെ ഒഴിച്ചു തന്നാ പോരെ. ഞാൻ കടയിലോട്ട് പോണമെന്ന് കരുതിയാ. പിന്നെ നീ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇന്ന് പരോള് തീരുക, നാളെ തിരിച്ചു പോണം. ഇന്നെങ്കിലും കെട്ടിയോള് നിങ്ങൾക്ക് നല്ല ഭക്ഷണം വെച്ചോളുമ്പോ തരുമോ? ആ പ്രതീക്ഷയൊക്കെ എന്നേ കെട്ടുപോയി. ഞാൻ ജയിലിലേക്ക് പോകാൻ വേണ്ടി അവള് കാത്തിരിക്കുക എന്ന് വെച്ചാൽ രാവും പകലുമായിട്ട് ആരൊക്കെയാ അവളെ കാണാൻ വരുന്നത്. വിജിതയെ കാണാൻ വേണ്ടി ദൈവം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അവളുടെ കാര്യം അങ്ങനെയല്ല. അവക്ക് ഞാനിപ്പോ പുറത്തിറങ്ങിയതാ പ്രശ്നം. നിങ്ങളുടേത് ഒരു തരം സംശയരോഗമാ. ഈ രോഗം മാറ്റണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ കാരണം മാമ? ഇന്നത്തോടെ എല്ലാം മാറ്റി. എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാരം കാണും കണ്ണ. എന്താ നിങ്ങൾ ബന്ധം പിരിയാൻ പോവാണോ? ചിലപ്പോ അതും നടന്നെന്നും വരും. സുധാമണിയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് കരണേട്ടാ. ഇല്ല മോനെ കണ്ണ, ഒരു 100-500 രൂപ എനിക്ക് തരാൻ കാണുമോ നിന്റെ കയ്യിൽ? ഇത് 350 രൂപയേ ഉള്ളൂ. 350 എങ്കിൽ 350. എന്തൊക്കെ പറഞ്ഞാലും ഒരുത്തി എന്റെ മോളല്ലയോ. പോകുന്നതിന് മുമ്പ് അവൾക്ക് വല്ല ആപ്പിളോ ഓറഞ്ചോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാവല്ലോ. ഇവന്റെ കുഞ്ഞല്ലയോ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അവൾ അവളുടെ അമ്മയുടെ അച്ഛന്റെ സ്വഭാവം കാണിക്കുന്നത്. സെന്റ് തോമസ് ഓർഫനേജിന്റെ നടയിൽ കൊണ്ടുവച്ചിട്ട് പോയതല്ലേ അവളുടെ അമ്മ അവളെ. അവരൊരിക്കലും കുടുംബത്തിൽ പിറന്നൊരു സ്ത്രീയായിരിക്കാൻ സാധ്യതയില്ല. നീ അത് പറയരുത് മോളെ. മഞ്ജുവിന്റെ അമ്മ അവളെ സെന്റ് തോമസ് ഓർഫനേജിന്റെ നടയിൽ കൊണ്ടുവച്ചെങ്കിൽ നീ ചെയ്തതോ? സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവച്ചത് എവിടെയാ? കൊടുങ്കാട്ടിൽ. അങ്ങനെയുള്ള നിനക്ക് ആ സ്ത്രീയെ പഠിക്കാൻ കഴിയുമോ? എന്റെ സാഹചര്യം എന്ത് സാഹചര്യമായാലും തെറ്റ് തന്നെയാ.
അത് ന്യായീകരിക്കപ്പെടേണ്ടതൊന്നല്ല. ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതും അവള് തന്നെയല്ലേ? എന്റെ മനസ്സിൽ മാത്രമല്ലല്ലോ, എല്ലാവർക്കും അവളോട് വെറുപ്പല്ലേ? നീയൊന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കേ. അനാഥയല്ല എന്റെ കാർത്തു. അവൾക്ക് ബന്ധുക്കൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള അവളെ കാട്ടിൽ കിടന്നവൾ അനാഥ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഏത് നേരവും. അത് കേൾക്കുമ്പോ ചില നേരത്തെ അറിയാതെ പറയണമെന്ന് തോന്നുക, കാർത്തു അല്ല അവൾ അനാഥയെന്ന്. കഴുത്ത് കണ്ടിച്ചാലും അങ്ങനെ പറഞ്ഞേക്കരുത്. അവൾ എത്ര മോശക്കാരി ആയിക്കോട്ടെ, കൊലവിളി നടന്നവളായിക്കോട്ടെ, എങ്കിലും ഇനി അവളാൻ അനാഥയെന്നറിഞ്ഞാൽ ആ സമയത്ത് അവൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനയുണ്ടല്ലോ, അത് അളക്കാൻ ആർക്കും പറ്റില്ല. പെട്ടെന്നൊരു ദിവസം അവൾ ഒറ്റപ്പെട്ടെന്ന് തോന്നിയാൽ ചിലപ്പോ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട്. അതിലേക്കൊന്നും ഞാൻ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കില്ല. മാള് മാറിയെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ അതുപോലെ അവളും മാറിയ മതിയായിരുന്നു. കാർത്തൂനോടുള്ള ദേഷ്യം കൊണ്ട് അവള് കാർത്തൂൻ എന്തെങ്കിലും ചെയ്താ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ അച്ഛാ? നമുക്ക് പ്രാർത്ഥിക്കാൻ മോളെ, എല്ലാം ശരിയായി വരട്ടെ. കാർത്തൂനെ അപായപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അത് ഒരു പുണ്യം ചെയ്ത ജന്മമാ. ദൈവികപരമായ എല്ലാ ഗുണങ്ങളും അവൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പോയി ശരത്തേട്ടിന് കൂട്ടിക്കൊണ്ടുവരച്ച. അനാഥയല്ല എന്റെ കാർത്തു. അവൾക്ക് ബന്ധുക്കൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള അവളെ കാട്ടിൽ കിടന്നവൾ അനാഥ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഏത് നേരവും. അത് കേൾക്കുമ്പോ ചില നേരത്തെ അറിയാതെ പറയണമെന്ന് തോന്നുക, കാർത്തു അല്ല അവൾ അനാഥയെന്ന്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് വന്ന ശേഷം കാര്യമായിട്ടൊന്നും വെച്ചു വിളമ്പി തരുന്നില്ലെന്നായിരുന്നല്ലോ പരാതി. അത് വീട്ടിലുള്ളവരോട് മാത്രമല്ല, നാട്ടുകാരോടും പറഞ്ഞുകൊണ്ട് നടക്കല്ലായിരുന്നു. ഇടയ്ക്ക് ഞാൻ കണ്ണനെ കണ്ടപ്പോ അവനും എന്നോട് ചോദിച്ചു മാമനൊന്നും കൊടുക്കുന്നില്ലേന്ന്. അതുകൊണ്ട് ഇന്ന് പരാതി തീർക്കാന്ന് വിചാരിച്ചു. ഇരുന്ന് കഴിക്ക്. ഇത്രയും ദിവസം ഞാൻ ഒറ്റക്കല്ലടി. എന്റെ പൊന്നുമോളെ അവിടെ ഒരുത്തനുണ്ട്, അവന്റെ അനിയൻ. അവൻ ഉറങ്ങാൻ വേണ്ടി മാത്രം ജനിച്ചവനാ. ഏത് നേരവും പോത്തിനെ പോലെ കിടന്നുറക്കവാ. വീടിനകത്തും പുറത്തും എന്താ നടക്കുന്നതെന്ന് അവൻ ഒരു നിശ്ചയവും ഇല്ല. മോളെ, ഞാൻ അവനോട് സത്യമൊക്കെ ഒന്ന് പറയാൻ നോക്കി. അപ്പൊ അവൻ എന്നെ തല്ലാൻ നിൽക്കുക. അവൻ എന്റെ മോളെ ഭയങ്കര വിശ്വാസമാ. സ്വന്തം അച്ഛനും അമ്മയും തന്നെ ഇപ്പൊ മകളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. വിജിത അങ്ങനെയായെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. ഉണ്ണിക്ക് ചേർന്ന പെൺകുട്ടിയായിരുന്നില്ല വിജിത. എന്നിട്ട് അവര് തമ്മിലുള്ള കല്യാണം നടത്താൻ കരുണമാമ എന്തൊക്കെ ചതി ചെയ്തു. കണ്ണേട്ടൻ ജയിലിലേക്ക് പോയപ്പോ ഞാനും കാർത്തു ഒഴുക്കിയ കണ്ണീര് എത്രയാണെന്നറിയോ?
ഇനിയിപ്പോ അതൊന്നും പറയണ്ട മോളെ. അതിന്റെയൊക്കെ തിരിച്ചടിയാ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ, ഇനി ജയിലിലേക്ക് പോയാലും എനിക്ക് തിരിച്ചു വരണമെന്നേയില്ല. കണ്ണൻ നല്ലവനായതുകൊണ്ട് അവൻ തിരിച്ചു വന്നപ്പോ അവന് ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടായി. പശുവിന് പശു, കടയ്ക്ക് കട. അവസാനം ഞാൻ എന്റെ മോളുടെ പേരിൽ വാങ്ങിയ സ്ഥലം പോലും അവന് ഗുണം ചെയ്തു. ആ പറമ്പിലെ കൃഷി ചെയ്യാൻ കണ്ണേട്ടിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ദീപിന്റെ നിർബന്ധം കൊണ്ടാ കണ്ണേട്ടിനും പപ്പേട്ടനും ഒക്കെ അവിടേക്ക് ഇറങ്ങിയത്. അതിലൊന്നും ഒരു തെറ്റുമില്ല മോളെ. അതിപ്പോ കണ്ണന്റെ പേരിൽ ദീപൻ എഴുതി കൊടുത്താലും എനിക്ക് ഒരു പരാതിയും ഇല്ല. എന്റെ മോളും അവളുടെ അമ്മയും അതൊന്നും അനുഭവിക്കരുത്. ആൾക്കാരെ തല്ലിയും കൊന്നും പറ്റിച്ചും ഇഷ്ടംപോലെ ഞാൻ ഉണ്ടാക്കി. എല്ലാം അവളുമാർക്ക് രണ്ടിനും വേണ്ടി മാത്രമായിരുന്നു. എന്നാ എനിക്കൊരു തളർച്ച വന്നപ്പോ സ്വത്തില്ലാത്തത് പോട്ടെ, ഇപ്പോ ഭാര്യയുമില്ല മോളുമില്ല. കരുണമാമ കുളിച്ച് റെഡിയായി വന്നാ ഭക്ഷണം എടുക്കാം. ശരി മോളെ, ഞാൻ കുളിച്ചിട്ട് വരാം. ഇവിടെ കുളിമുറി എവിടെയാ? ഇതിലേ പോയാ മതി. പുറത്തേക്കുള്ള വാതിൽ തുറന്ന നേരെ കാണുന്ന കുളിമുറിയാ. അമ്പലത്തിലോട്ടായിരിക്കും വെച്ച് പിടിക്കുന്നത് അല്ലേ? മകളും അച്ഛനും അമ്മയും ഒക്കെ തെറ്റുകൾ ചെയ്യാൻ മത്സരിക്കുക. പിന്നെ അവിടെ പോയിട്ട് ദൈവങ്ങളെ ശല്യം ചെയ്തിട്ട് എന്താ കാര്യം? എന്റെ പപ്പ, അയാൾ ചാകണേന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ അമ്പലത്തിലോട്ട് പോകുന്നത്. എന്റെ കെട്ടിയോൻ. അതൊരു നല്ല കാര്യമാണ്. ഭർത്താവ് ചാകാൻ വേണ്ടി ഭാര്യ പ്രാർത്ഥിക്കണം. ആ ഭാര്യ ചാകാൻ വേണ്ടി മകളും. നല്ല ഉത്തമ കുടുംബം. ഇന്ന് അയാൾ ജയിലിലോട്ട് പോവുക. അതിനു മുമ്പ് ഇന്നലെ രാത്രി അയാൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്താ? രാത്രിയിൽ എല്ലാരോടും സ്നേഹത്തോടെ പെരുമാറിയിട്ട് അയാൾ അത്താഴത്തിൽ വിഷം കലർത്തി. ഓ, അത് ശരി. അപ്പൊ അതിനാ ഇന്നലെ കണ്ണന്റെ കയ്യിൽ നിന്നുള്ള കാശ് വാങ്ങിച്ചോണ്ട് പോയത് ആയിരിക്കും. അല്ല, ഈ കേട്ടതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ചെറുപ്പകാലം തൊട്ടേ പ്രശ്നക്കാരനാണെന്ന് കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അയാൾ കൂടുതൽ കുഴപ്പക്കാരനായത് നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. മകളുണ്ടായതിനു ശേഷമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഇങ്ങനെ ഒരു ഭാര്യയും മകളും വേണ്ടാന്ന് ഏതാണെങ്കിലായാലും ചിന്തിച്ചു പോകും. പിന്നെ കരുണന്റെ കാര്യം പറയണ്ടല്ലോ. അല്ല, എന്നിട്ട് ആരോ ഭക്ഷണം കഴിച്ചില്ലേ? ഭാഗ്യത്തിന് ഉണ്ണിക്ക് സംശയം തോന്നിയതുകൊണ്ട് ആരും കഴിച്ചില്ല. അപ്പൊ തന്നെ അവിടുന്ന് അടിച്ചിറക്കി. പിന്നെ എങ്ങോട്ട് പോയെന്നറിയില്ല. പുഴക്കരയിൽ നിന്ന് നേരം വിളിപ്പിച്ചിട്ട് പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചിട്ട് രാവിലെ നേരെ ജയിലിലേക്ക് പോയി കാണും. എവിടെങ്കിലും പോയി മുടിയട്ടെ ആ ദ്രോഹി. ഇനി തിരിച്ച് വീട്ടിലോട്ട് വരാതിരുന്നാ മതി. അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് അയാൾ എന്തിനാ വരുന്നത്? കണ്ണനും പവിത്രയും കാർത്തും ഒക്കെ പോയ വീട് ഇപ്പൊ ഒരു വീടാണോ? അതൊരു ഭ്രാന്താലയമല്ലേ? വിജിത എന്ന ഭ്രാന്തിയും അവരുടെ അമ്മയും താമസിക്കുന്ന സ്ഥലം. നിങ്ങളെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഓച്ചിറ പോയി ഭജന ഇരിക്കാൻ നോക്ക്. ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ. ചെയ്ത തെറ്റുകൾക്കൊക്കെ അതൊരു പരിഹാരമാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും പപ്പ. പിന്നെ എന്റെ കരണത്തവൾ അടിച്ചു തുടങ്ങി. കഴുത്തറത്തില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ആ ബോധം ഉണ്ടാവേണ്ടതേ നിനക്കാ. ഇതുപോലൊരമ്മയെ ലോകത്ത് ആർക്കും കിട്ടരുത്. അതേന് എനിക്കും പറയാനുള്ളത്. ഇതുപോലൊരു മകളെ ഒരമ്മയ്ക്കും കിട്ടാൻ പാടില്ല. ഞാൻ അത്രയ്ക്ക് മോശക്കാരിയാ? അത്രയ്ക്ക് മോശക്കാരിയാ? മോളെ, നീ പോകാൻ നോക്ക്. നിനക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ ഇവിടെ വരുമ്പോ കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോ അച്ഛനും ഞാൻ ഇങ്ങോട്ട് വരണമെന്നില്ലല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നീ മനസ്സിലാക്കിയെങ്കിൽ അങ്ങനെ പറയില്ല. എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്ത് ചെയ്യാനാ ശരത്തേട്ടാ? മക്കൾക്കപ്പുറം മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത മിക്ക കുട്ടികളുടെയും കാര്യം ഇങ്ങനെ തന്നെ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അച്ഛനമ്മമാരോട് കുറച്ച് ഇന്റിമസി കൂടുതലാ. അതുകൊണ്ട് അവരത് പലപ്പോഴും പ്രകടിപ്പിക്കും.
മനുഷ്യരുടെ കാര്യം പോട്ടെ, നമ്മൾ താലോലിച്ച് വളർത്തുന്ന നായ്ക്കളുടെ കാര്യം എങ്ങനെയാ? വീട്ടിലേക്ക് വരുന്ന ആരെങ്കിലും നമ്മൾ അമിതമായി സ്നേഹിച്ച ആ മൃഗങ്ങൾക്ക് പോലും അത് ഇഷ്ടപ്പെടില്ല. അവര് പിണക്കം കാണിച്ചിരിക്കും. പിന്നെ നമ്മുടെ മോളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? മഞ്ജു, നീ അവിടെ ചെന്നപ്പോ വഴക്കുമല്ലോ ഉണ്ടായോ? എല്ലാരും കൂടി നമ്മളെ മണ്ടന്മാരാക്കിയത് അനന്തുവേട്ടാ. അമ്മയായിട്ട് വഴക്കിട്ടു. പക്ഷെ അതിനേക്കാളും എന്നെ വേദനിപ്പിച്ചത് മാളുവിന്റെ സംസാരോ. വഴക്കിടാനാണ് വന്നതെങ്കിൽ ഇറങ്ങിപ്പോ അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ജീവൻ ദാനമായിട്ട് കൊടുത്തോളെ മാളു ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട്. അവിടെ പോയി നീ വെറുതെ കാർത്തൂനെ കുറ്റപ്പെടുത്തിയ നിന്നെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തല്ലേ ഉള്ളൂ. മാളു അങ്ങനെ മാറേണ്ടതല്ല അനന്തുവേട്ടാ. ഇപ്പോഴും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഏതായാലും കാണേണ്ടതൊക്കെ നേരിൽ കണ്ടല്ലോ, സംസാരിക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ വിശ്വസിച്ചേ പറ്റൂ. കാർത്തൂനെ സ്നേഹിക്കാനാണെങ്കിൽ മാത്രം അങ്ങോട്ട് ചെന്നാ മതിയെന്ന് അമ്മയും പറഞ്ഞു. അവളെ ഇനി ഏതായാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ അനന്തുവേട്ടാ. നീ വെറുതെ അതിനു വേണ്ടി സമയം കളയോ? ആ കാര്യം മറക്കുന്നതായിരിക്കും നല്ലത്. നീ കാർത്തൂനെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ നിനക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചേ പറ്റൂ. കാർത്തൂനോടുള്ള മാളുവിന്റെ ഈ സ്നേഹം ആത്മാർത്ഥമായിരിക്കോ? അവളും സാഹചര്യത്തെ വിലയിരുത്തിയിട്ടുണ്ടാവും. കാർത്തു കരള് ദാനമായി കൊടുക്കാൻ പോയപ്പോ നീ അതിനെ എതിർക്കുകയോ ചെയ്തത്. പിന്നെ മറ്റുള്ളവരുടെ ഉപദേശം കൂടി ആയപ്പോ മാള് മൊത്തത്തിലങ്ങ് മാറി. ഇനി നീയോ അതിന് ശ്രമിക്കുക വേണ്ടത്. എന്നെ തള്ളി പറയാൻ ഇനി അനന്തൂട്ടിനും കൂടെ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, അവർക്കൊപ്പം കൂടിക്കോ. ഞാൻ ഒറ്റയ്ക്ക് മതി. എന്നാലും കാർത്തൂനോട് എന്റെ അമ്മയോടുള്ള ശത്രുത ഈ ജന്മം തീരില്ല. അപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനത് വിശ്വസിക്കില്ല. നമ്മുടെയൊക്കെ കണ്ണു മൂടി കെട്ടാൻ വേണ്ടി ചേച്ചി അനിയത്തി കൊണ്ട് കളിക്കുന്ന നാടകം ഇത്. മാളുവിന് പക്ഷേ കാർത്തൂനെ കുറിച്ച് പറയുമ്പോ എന്തോ ഒരു ആവേശം പോലെയാ. കള്ളത്തരമാണെങ്കിൽ നമുക്കത് മനസ്സിലാവില്ലേ? അപ്പച്ചിയും അവരെ രണ്ടാളും കണ്ണടച്ച് വിശ്വസിക്കരുത്. കാർത്തൂനെ പോലെ ആകരുത്. പരമാവധി അവരെ അകറ്റി നിർത്തണം. എന്താ രണ്ടാളും കൂടെ പറയുന്ന? മഞ്ജു വീട്ടിലേക്ക് വന്നപ്പോ അവളെ ആട്ടിപ്പായിച്ചു മാളു. കാർത്തൂനെതിരെ ഒരക്ഷരം മിണ്ടാൻ സമ്മതിക്കുന്നില്ല. എല്ലാം ഒരഭിനയാണോന്ന സംശയം. മാളുവിന് ആരും സംശയിക്കണ്ട അപ്പച്ചി. മാളു എന്നോട് കാണിക്കുന്ന സ്നേഹത്തില് ഒരപകടവും ഇല്ല. നാളെ മഞ്ജു അടുത്ത് വന്ന് സ്നേഹത്തോടെ പെരുമാറിയാലും താൻ ഇതൊക്കെ തന്നെ പറയും. മുന്നിൽ അപകടം ഉണ്ടെന്ന് ഓർക്കാതെ അവർക്കൊപ്പം നിന്നിട്ട് ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കും.